പ്രതിദിനം മാറുന്ന ലോകം, രാഷ്ട്രീയ നിലപാടുകൾ, പുതുതായി എഴുതപ്പെടുന്ന ചരിത്രങ്ങൾ, അപ്രതീക്ഷിതമായി തുറക്കപ്പെടുന്ന യുദ്ധകവാടങ്ങൾ, എങ്ങുമെത്താതെ പോകുന്ന സമവായ ചർച്ചകൾ. അങ്ങനെ പോയ വാരം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സംഭവ വികാസങ്ങൾ ലോകവാർത്തകളുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഉപരോധവും ഭീഷണിയും തുടർന്ന ട്രംപും, ഭീഷണിയെ തള്ളി വെല്ലുവിളിക്കുന്ന പുടിനും, ചരിത്രം കുറിച്ച സനയെ തകായിച്ചിയും നിറഞ്ഞു നിന്ന വാർത്താലോകം. ഒപ്പം സർക്രീക്കിനെ ചൊല്ലി വീണ്ടും സംഘർഷം ഉടലെടുക്കുമോ എന്ന ആശങ്കയിൽ നിൽക്കുന്ന ഇന്ത്യ പാക് അതിർത്തിയും. നോക്കാം വിശദമായി പോയ വാര ലോക കാഴ്ചകൾ. സ്വാഗതം ഭൂലോകത്തിലേക്ക്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ തനിക്ക് മാത്രമേ കഴിയൂ. ട്രംപിന്റെ വാക്കുകളാണിത്. ഒരു തവണയല്ല, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര തവണ പറഞ്ഞു തഴമ്പിച്ച വാക്കുകളാണ്. ഏറ്റവും ഒടുവിൽ ബുഡാപെസ്റ്റിൽ പുടിനുമായി നിർണായക കൂടിക്കാഴ്ച നടത്താൻ പോകുന്നുവെന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് അല്ലേ ആള്. ഇത്തവണയും ആ വാക്ക് മാറ്റി. ചർച്ചയില്ല, പകരം റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നുവെന്ന ഭീഷണിയാണ് ട്രംപിൽ നിന്ന് ഉണ്ടായത്. എന്തായിരിക്കും ട്രംപിന്റെ നിലപാട് മാറ്റങ്ങൾക്ക് പിന്നിൽ? എക്കാലത്തെയും പോലെ ഭീഷണിപ്പെടുത്തി കീഴടക്കാമെന്ന വ്യാമോഹമാണോ? അതൊക്കെ പുടിനു മുന്നിൽ നടപ്പാകുമോ? ട്രഷറി ഏർപ്പെടുത്തിയ ഉപരോധം റഷ്യയെ ചെറുതായല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ നീക്കത്തെ യുദ്ധ നടപടിയായാണ് റഷ്യ കണക്കാക്കുന്നത്. ഉച്ചകോടി മാറ്റിവെച്ചെങ്കിലും ട്രംപ് ഇപ്പോഴും ഒരു നയതന്ത്രപരമായ പരിഹാരത്തിനായി ശ്രമിക്കുകയാണെന്നാണ് വൈറ്റ് ഹൌസ് പറയുന്നത്. ട്രംപിന്റെ ഇതുവരെയുള്ള ഇടപെടലുകൾ മുന്നേറ്റം കാണാത്ത സാഹചര്യത്തിൽ ഇനി അമേരിക്കയ്ക്ക് എന്ത് സ്വാധീനമാണ് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ അവശേഷിക്കുന്നതെന്ന് വ്യക്തമല്ല. ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ റഷ്യയും യുക്രൈനും അംഗീകരിക്കുന്നില്ല. വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ റഷ്യ നിരസിക്കുന്നതും തുടരുകയാണ്. പ്രദേശം വിട്ടുകൊടുക്കാൻ യുക്രൈനും തയ്യാറല്ല. സമാധാന ദൂതനായി സ്വയം പ്രചരിപ്പിക്കുമ്പോഴും ഇരുപക്ഷത്തിന്റെയും പ്രധാന ആവശ്യങ്ങളിൽ മാറ്റം വരുത്താൻ ട്രംപിനായിട്ടില്ല. അതേസമയം ട്രംപ് പുടിൻ ഉച്ചകോടി പുനരുജ്ജീവിപ്പിക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. മലേഷ്യയിൽ നടക്കാനിരിക്കുന്ന ആസിയാൻ ഉച്ചകോടി പോലുള്ള അന്താരാഷ്ട്ര സമ്മേളനങ്ങളുടെ ഭാഗമായി റൂബിയോയും ലാവ്റോവും തമ്മിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ തൽക്കാലം ഇരു കക്ഷികളും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ നയതന്ത്ര ചർച്ചകൾ നീണ്ടുപോകുന്നതിനെ യൂറോപ്യൻ നേതാക്കൾ താൽക്കാലിക ആശ്വാസമായാണ് കണക്കാക്കുന്നത്. യുക്രൈന്റെ യുദ്ധസഹായത്തിനായി മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ ഉപയോഗിക്കാനാകും എന്നതാണ് അതിന്റെ കാരണം. ഇതിനായി പദ്ധതികൾ ആവിഷ്കരിക്കാൻ കൂടുതൽ സമയവും ഇതോടെ ലഭ്യമാകും. യുക്രൈന്റെ 1/5 ഭാഗം റഷ്യയുടെ കൈവശമാണ്. നിലവിലെ അതിർത്തിയിൽ സംഘർഷം മരവിപ്പിക്കുന്നത് ഭാവിയിൽ പുതിയ ആക്രമണങ്ങൾക്ക് റഷ്യയ്ക്ക് അടിത്തറ നൽകുമെന്നും യുക്രൈനും യൂറോപ്യൻ നേതാക്കളും ആശങ്കപ്പെടുന്നു. റഷ്യൻ സമ്പദ് വ്യവസ്ഥയിലും പ്രതിരോധ വ്യവസായത്തിലും സമ്മർദ്ദം വർദ്ധിപ്പിക്കണമെന്ന് നിരന്തരം യൂറോപ്യൻ നേതാക്കൾ ആവശ്യപ്പെടുന്നതും ഈ ആശങ്കകൾ മുന്നിൽ കണ്ടാണ്. ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല ഉപരോധ നടപടികൾ നയതന്ത്രപരമായ ഒത്തുതീർപ്പിനുള്ള എല്ലാ സാധ്യതകളെയും അടയ്ക്കുകയാണ്. സമ്മർദ്ദത്തിന് വഴങ്ങി ഒന്നും ചെയ്യില്ലെന്ന ശക്തമായ നിലപാട് പുടിനും വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ യുദ്ധ നടപടി അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രോക്സി യുദ്ധത്തെ കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്ക് നയിച്ചേക്കാം. സമാധാന വാഹകനെന്ന് സ്വയം അവരോധിച്ച ട്രംപ്
ഇനി എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യുക എന്നതും കണ്ടറിയണം. 5 വർഷത്തിന് ശേഷം ലോകത്തിലെ തന്നെ 2 പ്രധാന നേതാക്കൾ ഒരു മേശയ്ക്ക് ഇരുവശവും എത്തുകയാണ്. ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ. നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്ക് നയതന്ത്രപരമായി വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ രൂക്ഷമായ വ്യാപാര യുദ്ധം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ട്രംപ് ഷീ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുമ്പോൾ അണിയറയിൽ എന്ത് സംഭവിക്കും? ജനുവരിയിൽ ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇരു നേതാക്കളും ആദ്യമായി നേരിട്ട് കാണുന്ന കൂടിക്കാഴ്ച. ഈ വർഷം കുറഞ്ഞത് 3 തവണയെങ്കിലും അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അവസാനമായി നേരിട്ട് കണ്ടത് 2019 ട്രംപിന്റെ ആദ്യ ഭരണകാലത്തായിരുന്നു. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടത്തുന്ന ഈ കൂടിക്കാഴ്ച അമേരിക്കൻ നയതന്ത്രത്തിൽ ചൈനയുടെ സ്ഥാനം എത്രത്തോളം നിർണായകമാണെന്ന് അടിവരയിടുന്നു. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്. മലേഷ്യ, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലെ സന്ദർശനത്തിന് ശേഷമായിരിക്കും നിർണായക കൂടിക്കാഴ്ച. ട്രംപിന്റെ മുൻ നിലപാടുകളിൽ നിന്നുള്ള ഒരു വ്യതിയാനമായിട്ടാണ് ഈ കൂടിക്കാഴ്ച പ്രഖ്യാപനം വിലയിരുത്തപ്പെടുന്നത്. അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതിയിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ചൈനയുടെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ ശക്തമാക്കി. അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ ചൈനയിൽ നിലനിൽക്കുന്നതിനാൽ കൂടിക്കാഴ്ച പൂർണ്ണമായും റദ്ദാക്കാനുള്ള സാധ്യത ട്രംപ് ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടിക്കാഴ്ച ഉറപ്പിച്ചത് ചൈനയുടെ നിലപാടുകൾ മാറ്റാൻ ട്രംപിന്റെ ഭീഷണികൾക്ക് കഴിഞ്ഞില്ല എന്നതിന്റെ തെളിവാണ്. അതിന് മറ്റു ചില കാരണങ്ങളുമുണ്ട്. ചൈനയുടെ ഈ പുതിയ നയം അമേരിക്കയെ ലക്ഷ്യമിടുന്നില്ല. പക്ഷേ അമേരിക്കൻ ഹൈടെക് കമ്പനികൾ ചൈനീസ് അപൂർവ ഭൗമധാതുക്കളുടെ വിതരണത്തെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യബോധമാണ് ട്രംപിന്റെ മലക്കം മറച്ചിലിന് പിന്നിൽ. വ്യാപാരം മുതൽ ആണവോർജം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇരു നേതാക്കളും കരാറുകളിൽ എത്തുമെന്ന പ്രത്യാശയും ട്രംപ് പിന്നാലെ പ്രകടിപ്പിച്ചു. കൂടാതെ ചൈന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വിഷയവും ചർച്ചകളിൽ പരിഹരിക്കാൻ പദ്ധതി തയ്യാറായേക്കും. നേരത്തെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായതോടെ ചൈനയുടെ സാങ്കേതിക മുന്നേറ്റത്തിന് തടയിടാൻ അമേരിക്ക പലതരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സെമി കണ്ടക്ടറുകൾ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളിലേക്കുള്ള ചൈനയുടെ പ്രവേശനം അമേരിക്ക കർശനമായി നിയന്ത്രിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള മേഖലകൾക്ക് ഈ സാങ്കേതിക വിദ്യകൾ അത്യന്താപേക്ഷിതമാണ്. അമേരിക്കയുടെ ഈ നീക്കങ്ങൾ ചൈനയുടെ സാങ്കേതിക വളർച്ചയെ തടയാനുള്ള വിശാലമായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ചൈന കാണുന്നത്. ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൂതന AI സംവിധാനങ്ങളിൽ അമേരിക്കൻ നേതൃത്വം ഉറപ്പാക്കുന്നതിനായി $500 ബില്യൺ ഫെഡറൽ സംരംഭത്തിന് പിന്തുണ നൽകിയിരുന്നു. ഇത് ചൈനയെ വലിയ രീതിയിൽ അപകടത്തിലാക്കുമെന്നാണ് ട്രംപിന്റെ ഭാഷ്യം. എന്നാൽ അമേരിക്കയുടെ സാങ്കേതിക നിയന്ത്രണങ്ങളെ സാമ്പത്തിക ഭീഷണിപ്പെടുത്തൽ എന്ന് ചൈന വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ നീക്കം ചൈനയുടെ സ്വന്തം സാങ്കേതിക മുന്നേറ്റത്തിന് ഒരു പ്രേരണയായി മാറി. ചിപ്പുകൾ, സോഫ്റ്റ്വെയറുകൾ, AI എന്നിവയുടെ ആഭ്യന്തര ഉൽപ്പാദനം ശക്തിപ്പെടുത്തുന്നതിലൂടെ ആഗോള ശക്തി കേന്ദ്രം എന്ന നിലയിലുള്ള തങ്ങളുടെ സ്ഥാനമുറപ്പിക്കാൻ ഷീ ജിൻപിങ് ലക്ഷ്യമിടുന്നു. മാത്രമല്ല, ചൈനയുടെ പുതിയ പഞ്ചവത്സര പദ്ധതിയുടെ പ്രഖ്യാപനം ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയിൽ തങ്ങളുടെ നിലപാടുകൾ ശക്തമായി അവതരിപ്പിക്കാൻ ചൈനയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. ആഗോള സാമ്പത്തിക വ്യാപാര രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു പുതിയ തരം ശീതയുദ്ധത്തിനാണ് ഈ സംഭവ വികാസങ്ങൾ തുടക്കമിടുന്നത്.
നിർണായക ചർച്ചകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പുതിയ സമവായത്തിലേക്കോ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം നിലവിലെ വ്യാപാര യുദ്ധങ്ങളുടെ താൽക്കാലിക വിരാമത്തിലേക്കോ നയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആഗോള വ്യാപാരത്തിന്റെയും സാമ്പത്തിക മേധാവിത്വത്തിന്റെയും കാര്യത്തിൽ ചൈനയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നയതന്ത്രവും മുന്നോട്ടു പോകില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ കൂടിക്കാഴ്ച ലോകത്തിന് നൽകുന്നത്. വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കടക്കുകയാണോ എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതും സർക്രീക്ക് മേഖലയെ ചൊല്ലി. എന്താണ് സർക്രീക്കിന്റെ പ്രത്യേകത? ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം തന്ത്രപ്രധാനമാണ് ഈ ഇടം? രാജ്നാഥ് സിംഗിന്റെ പ്രതികരണത്തോടെ നിയമവിരുദ്ധമായി ഈ പ്രദേശം കൈവശപ്പെടുത്താനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തിയാൽ ചരിത്രം തന്നെ മാറിമറിയാമെന്നാണ് മുന്നറിയിപ്പ്. സർക്രീക്ക് എന്ന പ്രദേശത്തിന് തന്ത്രപരമായി അത്രയേറെ പ്രാധാന്യമുണ്ടെന്നതാണ് അതിന് കാരണം. ഗുജറാത്തിലെ കച്ചിനും പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയ്ക്കുമിടയിൽ ഇന്ത്യ പാക് അതിർത്തി പ്രദേശമാണ് സർക്രീക്ക്. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള 96 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു വേലിയേറ്റ ജലപാതയായ സർക്രീക്ക് തർക്കപ്രദേശം മാത്രമല്ല, തന്ത്രപ്രധാനമായ മേഖല കൂടിയാണ്. പലതവണ ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിച്ചെങ്കിലും സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷത്തിനിപ്പുറവും സമവായം കണ്ടെത്താനായിട്ടില്ല. പാകിസ്ഥാൻ സൈന്യം ഈ മേഖലയിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നാണ് രഹസ്യ റിപ്പോർട്ടുകൾ. ഈ പശ്ചാത്തലത്തിലാണ് കടുത്ത ഭാഷയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മറുപടി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു ഈ പ്രദേശം. 1947 അതിർത്തികൾ നിർണയിച്ചപ്പോൾ കച്ച് ഇന്ത്യയിലും സിന്ധ് പാകിസ്ഥാനിലുമായി. ഏഷ്യയിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന സ്രോതസ്സു കൂടിയാണ് ഈ ഇടം. ഈ പ്രദേശത്ത് എണ്ണ വാതകശേഖരം ഉണ്ടാകാനുള്ള സാധ്യതയും ചർച്ചകളിൽ നിറഞ്ഞിരുന്നതാണ്. ശൈത്യകാലത്ത് ഫ്ലെമിംഗോകളുടെയും മറ്റ് ദേശാടന പക്ഷികളുടെയും ആവാസ കേന്ദ്രമായതിനാൽ വലിയ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശം കൂടിയാണിവിടം. 1908 കച്ച് ഭരണാധികാരിയും സിന്ധ് സർക്കാരും തമ്മിൽ പ്രദേശത്തു നിന്നും വിറക് ശേഖരിക്കുന്നതിനെ ചൊല്ലി തുടങ്ങിയ തർക്കമാണ് ഇന്നും അവസാനിച്ചിട്ടില്ല. കച്ച് റാവുവും സിന്ധ് പ്രവിശ്യ സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച 1914 ബോംബെ ഗവൺമെന്റ് പ്രമേയമനുസരിച്ച് പാകിസ്ഥാൻ ഈ പ്രദേശം അവരുടേതെന്ന് അവകാശപ്പെടുന്നു. 1965 യുദ്ധത്തിന് ശേഷം അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹെറോൾഡ് വിൽസൺ ഇടപെട്ട് തർക്കം പരിഹരിക്കുന്നതിനായി ഇന്ത്യയും പാകിസ്ഥാനും ഒരു ട്രൈബ്യൂണൽ സ്ഥാപിച്ച ചരിത്രവുമുണ്ട്. ഈ മേഖലയിൽ പാകിസ്ഥാൻ സൈനികപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് മേഖലയുടെ സമാധാനം കെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആവർത്തിച്ച് നൽകുന്ന മുന്നറിയിപ്പുകൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ മേഖലയ്ക്ക് ഇത്ര പ്രാധാന്യം? സർക്രീക്ക് വെറുമൊരു ജലപാതയല്ല, ഇന്ത്യ പാക് അതിർത്തിയിലെ അതീവ പ്രാധാന്യമുള്ള മേഖല കൂടിയാണിവിടം. ഇവിടെ പാകിസ്ഥാൻ നടത്തുന്ന ഏതൊരു കടന്നുകയറ്റത്തെയും ജാഗ്രതയോടുകൂടി കാണേണ്ടതുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സർക്രീക്ക് കൈപ്പിടിയിലായാൽ സൈനിക നീക്കത്തിലും തന്ത്രപരമായ മേൽക്കൈ ലഭിക്കും. ഒരു യുദ്ധസമാന സാഹചര്യത്തിൽ ഇന്ത്യൻ അതിർത്തികളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനുള്ള വഴിയാകുമിത്. കൂടാതെ ഈ പ്രദേശത്ത് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചാൽ ഗുജറാത്ത് തീരത്തിന് സമീപമുള്ള സമുദ്രപാതകളിൽ സുരക്ഷയും സ്വാധീനവും വർദ്ധിപ്പിക്കാനും പാകിസ്ഥാന് സാധിക്കും. മാത്രമല്ല, റാൻ ഓഫ് കച്ചിനെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുനരുപയോഗിക്കാവുന്ന ഊർജോൽപാദന മേഖലയാക്കി മാറ്റാനുള്ള ശ്രമം നടന്നുവരികയുമാണ്. മറ്റൊരു കാര്യം, സർക്രീക്കിനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ പാക് സൈന്യവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല എന്നുള്ളതാണ്. ഭീകര നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്ക് ഈ മേഖല ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നും ഇന്ത്യ സംശയിക്കുന്നു. 2018-2019 വർഷങ്ങളിൽ കള്ളക്കടത്തും നുഴഞ്ഞുകയറ്റവും നടത്തുന്നു എന്ന് സംശയിക്കുന്ന ബോട്ടുകൾ
ഇന്ത്യ ഈ പ്രദേശത്ത് തടഞ്ഞിട്ടുമുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് കടലിനടിയിലൂടെയും ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ മേഖലയുമായി ബന്ധപ്പെട്ട തർക്കം തുടരുന്നതിന് ഇങ്ങനെ കാരണങ്ങൾ നിരവധിയുണ്ട്. ഇന്ത്യ സമാധാന ചർച്ചയ്ക്ക് തയ്യാറായപ്പോഴെല്ലാം പാകിസ്ഥാൻ അത് അവഗണിച്ചു. പിന്നെയും പ്രകോപനം തുടർന്നു. ലേ മുതൽ ക്രീക്ക് വരെ പല തവണ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ചു. എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പാകിസ്ഥാന് കനത്ത നഷ്ടം വരുത്താൻ കഴിയുമെന്ന സന്ദേശം ഇതിനോടകം നൽകിയതാണ്. സർ ക്രീക്കിൽ ഓരോ ചുവടിലും പാകിസ്ഥാൻ അത് മറക്കരുത്. 3 മാസത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനും തർക്കത്തിനും ഒക്കെ ഒടുവിൽ നടന്ന ഉൾപാർട്ടി തെരഞ്ഞെടുപ്പിലൂടെ ജപ്പാന്റെ പ്രധാനമന്ത്രി പദത്തിൽ ഒരു വനിതയെത്തി. ജപ്പാന്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സനെ തകായിച്ചി. ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ജൂലൈയിൽ നടന്ന തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുൻ പ്രധാനമന്ത്രി ഷിഗരു ഇഷിബ രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ പ്രധാനമന്ത്രി എത്തിയത്. പ്രധാനമന്ത്രി പദത്തിലെത്തി ദിവസങ്ങൾക്കകം തന്നെ വിവാദങ്ങളിലും നിറയുകയാണ് തകായിച്ചി. വർക്ക് ലൈഫ് ബാലൻസ്, അതായത് തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ എന്നൊന്ന് വേണ്ട എന്നതാണ് തകായിച്ചിയുടെ ആഹ്വാനം. കുതിരകളെ പോലെ പണിയെടുക്കൂ എന്നാണ് പ്രധാനമന്ത്രി പദത്തിലെത്തിയ ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ തകായിച്ചി പാർട്ടി പ്രവർത്തകരോടും നിയമസഭാ അംഗങ്ങളോടും ആഹ്വാനം ചെയ്തത്. പിന്നാലെ വിവാദങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇരമ്പുകയാണ്. ഞാൻ വർക്ക് ലൈഫ് ബാലൻസ് എന്ന പദം തന്നെ ഉപേക്ഷിക്കും, ഞാൻ ജോലി ചെയ്യും എന്ന് ആവർത്തിച്ചു പറഞ്ഞു പ്രധാനമന്ത്രി തകായിച്ചി. ഈ നിമിഷം സന്തോഷിക്കുന്നതിനേക്കാൾ വരാനിരിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒരുപാട് ജോലികളുണ്ട്, വേഗത്തിൽ നടപ്പിലാക്കേണ്ട നിരവധി നയങ്ങളുണ്ട് എന്നൊക്കെയാണ് തകായിച്ചിയുടെ വിശദീകരണമെങ്കിലും വർക്ക് ലൈഫ് ബാലൻസ് പ്രശ്നം നേരിടുന്ന രാജ്യത്ത് അമിത ജോലി സംസ്കാരത്തിന് ആക്കം കൂട്ടാൻ തകായിച്ചിയുടെ നിലപാട് സ്വാധീനിക്കാനിടയുണ്ട് എന്നാണ് വിമർശനം. കരോഷി, അതായത് അമിത ജോലി മൂലമുള്ള മരണം. ഇത്തരത്തിൽ കരോഷി കൂടുതലായുള്ള രാജ്യമാണ് ജപ്പാൻ. അത്തരത്തിൽ ജീവൻ നഷ്ടമായ ഇരകൾക്കായുള്ള ജപ്പാന്റെ ദേശീയ പ്രതിരോധ സമിതി തകായിച്ചിയുടെ ആഹ്വാനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. അമിത ജോലി സംബന്ധമായ ആത്മഹത്യ ചെയ്തവരുടെ കുടുംബങ്ങളും പ്രധാനമന്ത്രിയുടെ പരാമർശത്തെ അപലപിക്കുകയും ക്ഷമാപണം നടത്തണമെന്ന് പറയുകയും ചെയ്തു. സാമ്പത്തിക സുരക്ഷ, ആഭ്യന്തര കാര്യങ്ങൾ എന്നിവയുടെ മുൻ മന്ത്രിയായിരുന്ന തകായിച്ചി ഏകദേശം 30 വർഷമായി ജപ്പാനിലെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിയാണ്. തീവ്ര വലതുപക്ഷ നിലപാടാണ് തകായിച്ചിയുടെ മുഖമുദ്ര. ഷിഗെരു ഇഷിബ സ്ഥാനമൊഴിയുന്നതിനെ തുടർന്ന് പാർട്ടിക്കകത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ സനെ തകായിച്ചിയെ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കുകയായിരുന്നു. ഭരണകക്ഷി നേതാവാണ് ജപ്പാനിൽ പ്രധാനമന്ത്രി പദത്തിലെത്തുക. നിലവിലെ കൃഷിമന്ത്രിയായ ഷിൻജിരോ കൊയ്സുമിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുൻ സാമ്പത്തിക സുരക്ഷാ മന്ത്രി സനെ തകായിച്ചി പാർട്ടിയുടെ നേതൃസ്ഥാനത്തെത്തിയത്. ഇതോടെ സനെ തകായിച്ചിക്ക് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വാതിൽ തുറന്നുകിട്ടുകയായിരുന്നു. ഷിഗെരു ഇഷിബ സ്ഥാനമൊഴിയണമെന്ന് ആഹ്വാനം ചെയ്ത് മുൻപന്തിയിലുണ്ടായിരുന്നു തകായിച്ചി. പ്രധാനമന്ത്രി പദത്തിലെത്തുക എന്നത് തന്നെയായിരുന്നു തകായിച്ചിയുടെ കരുനീക്കങ്ങളുടെ ലക്ഷ്യം. തീവ്ര വലതുപക്ഷ നിലപാടുകാരിയായ തകായിച്ചി ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറുടെ വലിയ ആരാധികയാണ്. അവരെ പൊളിറ്റിക്കൽ ഹീറോ ആയിട്ടാണ് കാണുന്നത്. തനിക്കും അയൺ ലേഡി ആകണമെന്ന് ഏറെക്കാലമായി പരസ്യമായി തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു തകായിച്ചി. ഒടുവിൽ പാർട്ടി അസ്ഥിരമായ ഘട്ടത്തിൽ ചടുലമായ നീക്കങ്ങളിലൂടെ ജപ്പാന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തിയിരിക്കുകയാണ് സനെ തകായിച്ചി. അതേസമയം LDP പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണെങ്കിലും ഇരുസഭകളിലും സഖ്യത്തിന് കൃത്യമായ ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിയമനിർമ്മാണ ബിൽ പാസാക്കണമെങ്കിൽ
തകായിച്ചിയുടെ LDPക്ക് മറ്റ് പ്രതിപക്ഷ ഗ്രൂപ്പുകളെ സമീപിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ ദുർബലമായ സർക്കാരാണ് തകായിച്ചിയുടെ നേതൃത്വത്തിലുള്ളത്. തകായിച്ചി ഒരു ടെലിവിഷൻ അവതാരകയും മോട്ടോർ സൈക്കിൾ പ്രേമിയും യൗവനകാലത്ത് നല്ലൊരു മോട്ടോർ സൈക്കിൾ റൈഡറും ഒപ്പം ഒരു ഹെവി മെറ്റൽ ബാൻഡിലെ ഡ്രമ്മറും ഒക്കെ ആയിരുന്നു. വളരെ പ്രോഗ്രസീവ് എന്ന് തോന്നുമെങ്കിലും ഒരു പുരോഗമന സമൂഹത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുകളാണ് തകായിച്ചിയുടേത്. സ്ത്രീവിരുദ്ധ നിലപാടുകളിലൂടെയാണ് തകായിച്ചിയുടെ കുപ്രസിദ്ധി. വിവാഹശേഷം സ്ത്രീകൾക്ക് കുടുംബപ്പേരുകൾ നിലനിർത്താൻ അനുവദിക്കുന്ന നിയമനിർമ്മാണത്തെ പാരമ്പര്യത്തിന് വിരുദ്ധമെന്നാണ് തകായിച്ചി വിശേഷിപ്പിച്ചത്. സ്ത്രീകൾ നല്ല അമ്മമാരും ഭാര്യമാരുമാകണമെന്ന് നിരന്തരം ആഹ്വാനം ചെയ്യുന്നു. സ്വവർഗ വിവാഹത്തെ അതിശക്തമായി എതിർക്കുന്നു തകായിച്ചി. സമാനമായ നിലപാടാണ് LDPയുടേതും. അതേസമയം ആർത്തവ വിരാമം കാരണം താൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞും തകായിച്ചി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. സ്വന്തം ജീവിതത്തിൽ പ്രതിസന്ധി നേരിട്ടതിന് പിന്നാലെ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും പുരുഷന്മാരെ ബോധവൽക്കരിക്കണമെന്ന ആവശ്യവും അവർ ഉയർത്തിയിരുന്നു. തീവ്ര ദേശീയവാദിയായ തകായിച്ചി യുദ്ധത്തിൽ മരിച്ചവരെ ആദരിക്കുന്ന യാസുകുനി ദേവാലയത്തിലെ പതിവ് സന്ദർശകയാണ്. സൈന്യത്തെ ശക്തിപ്പെടുത്തുക, ഊർജ്ജ സുരക്ഷയ്ക്കായി ന്യൂക്ലിയർ ഫ്യൂഷൻ സാങ്കേതിക വിദ്യയെ പ്രോത്സാഹിപ്പിക്കുക, സൈബർ സുരക്ഷ ശക്തമാക്കുക, ജപ്പാനിലേക്കുള്ള കുടിയേറ്റത്തെ ശക്തമായി നിയന്ത്രിക്കുക തുടങ്ങിയവയാണ് തകായിച്ചി സ്വീകരിച്ച മറ്റ് പ്രധാന നിലപാടുകൾ. സ്വന്തം നാടായ നാരയിൽ നിന്നാണ് തകായിച്ചി ആദ്യമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പോൾ പ്രധാനമന്ത്രി പദത്തിലടക്കം എത്തി നിൽക്കുമ്പോൾ ജപ്പാന്റെ ഭരണഘടന പരിഷ്കരിക്കണം എന്നതടക്കമാണ് തകായിച്ചി മുന്നിൽ കാണുന്ന ലക്ഷ്യങ്ങൾ. തീവ്ര വലതുപക്ഷ നിലപാടിന്മേലുള്ള വിവാദങ്ങൾക്കും രാഷ്ട്രീയമായ അസ്ഥിരതയ്ക്കുമിടയിൽ എത്ര നാൾ തകായിച്ചി ജപ്പാന്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കും എന്നതാണ് ഇനി ആകാംക്ഷ. മൊനാലിസ ചിത്രം അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം, ഏറ്റവും അധികം സന്ദർശകരെത്തുന്ന ഫ്രഞ്ച് രാജാക്കന്മാരുടെ കൊട്ടാരമായ പാരീസിലെ ലൂവ്ർ മ്യൂസിയം, 33,000-ലധികം അമൂല്യ വസ്തുക്കളുടെ പ്രദർശനമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും സുശക്തമായ സെക്യൂരിറ്റിയുള്ള മ്യൂസിയത്തിൽ നടന്ന മോഷണം ലോകത്തെ അമ്പരപ്പിച്ചു എന്നതിൽ അത്ഭുതപ്പെടാനില്ല. വെറും 7 മിനിറ്റ് കൊണ്ട് 4 പേർ ചേർന്ന് ഇത്രയും ശക്തമായ സെക്യൂരിറ്റി സംവിധാനം മറികടന്ന് മോഷ്ടിച്ചതാകട്ടെ നെപ്പോളിയൻ മൂന്നാമന്റെ ഭാര്യയുടെ അമൂല്യമായ ആഭരണങ്ങൾ. ഒരു ത്രില്ലർ സിനിമ പോലെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ മോഷണത്തിന്റെ പ്ലോട്ട്. ഞായറാഴ്ച 4 പേരടങ്ങുന്ന മോഷ്ടാക്കളുടെ സംഘം മ്യൂസിയത്തിലേക്ക് എത്തുന്നു. 2 പേർ ബൈക്കിൽ പുറത്ത് കാത്തു നിൽക്കുന്നു. 2 പേർ സാഹസിക ദൗത്യം ഏറ്റെടുത്ത് അകത്തേക്ക് കടക്കുന്നു. മ്യൂസിയം തുറന്ന് അരമണിക്കൂർ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സൈൻ നദിക്ക് സമാന്തരമായുള്ള ഗാലറി ഓഫ് അപ്പോളോയുടെ ബാൽക്കണിയിലേക്ക് ഒരു ഇലക്ട്രിക് ലാഡർ ചാരിവെച്ച് 2 പേർ കയറുന്നു. കട്ടർ ഉപയോഗിച്ച് ബാൽക്കണിയിലെ ജനാല തകർത്ത് മ്യൂസിയത്തിനുള്ളിൽ കടന്നു. അകത്ത് പ്രവേശിച്ച മുഖംമൂടിധാരികൾ വജ്രാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ഡിസ്പ്ലേ ബോക്സുകൾ തകർത്ത് ആഭരണങ്ങൾ എടുത്തു. സാവധാനം തത്രപ്പാടുകളൊന്നുമില്ലാതെ മോഷണം നടത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തിരികെ അതേ ഗോവണിയിൽ കൂടി ഇറങ്ങി ബൈക്കിൽ രക്ഷപ്പെട്ടു. വെറും 7 മിനിറ്റ് കൊണ്ട് നടന്ന ത്രില്ലർ മോഷണം. നഷ്ടമായതാകട്ടെ നെപ്പോളിയൻ മൂന്നാമന്റെ ഭാര്യയായ യുജീനി ചക്രവർത്തിനിയുടെ 8 ആഭരണങ്ങൾ, രത്നങ്ങൾ പതിച്ച ഒരു തലപ്പാവ്, മാലകൾ, കമ്മലുകൾ, ബ്രൂച്ചുകൾ എന്നിവയുൾപ്പെടെ 19-ാം നൂറ്റാണ്ടിലെ ആഭരണങ്ങൾ. 894 കോടി മൂല്യം വരുമെന്നാണ് കണക്കുകൂട്ടൽ. മോഷണം നടന്ന സെക്കൻഡുകളിൽ തന്നെ സെക്യൂരിറ്റി അലാമുകൾ മുഴങ്ങിയിരുന്നു. ജീവനക്കാർ സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. സുരക്ഷാ അലാമുകൾ മുഴങ്ങിയാൽ ഉടനടി സന്ദർശകരെ സുരക്ഷിതരാക്കുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്യണമെന്നാണ് മ്യൂസിയത്തിലെ പ്രോട്ടോകോൾ. ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെടുന്ന ചരിത്ര വസ്തുക്കൾക്കും
അമൂല്യ ആഭരണങ്ങൾക്കുമുള്ള കരിഞ്ചന്ത വളരെ വലുതാണെന്നാണ് FBI പറയുന്നത്. US-ലും UK-ലുമൊക്കെ മ്യൂസിയം കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങളാകട്ടെ ട്രെൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഫ്രഞ്ച് മ്യൂസിയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന മോഷണ ശ്രമങ്ങൾ ചരിത്രത്തിൽ ഏറെയുണ്ട്. ലൂവ്ർ മ്യൂസിയത്തിലും ഇതാദ്യമായല്ല മോഷണം നടക്കുന്നത്. 1976-ൽ 3 മോഷ്ടാക്കൾ ലൂവ്റിന്റെ 2ാം നിലയിലെ ചില്ലുകൾ തകർത്ത് ചാൾസ് 10ാമൻ രാജാവിന്റെ വജ്രം പതിപ്പിച്ച വാൾ മോഷ്ടിച്ചിരുന്നു. 1990-ൽ പിയറി ഒഗേസ്റ്റെ റെനോയറിന്റെ പോർട്രേറ്റ് ഓഫ് എ സീറ്റഡ് വുമൺ എന്ന പെയിന്റിംഗ് മോഷ്ടിക്കപ്പെട്ടു. 1911-ൽ നടന്ന മൊണാലിസ ചിത്രത്തിന്റെ മോഷണമാണ് ഇതിൽ ഏറ്റവും പ്രശസ്തം. മ്യൂസിയത്തിലെ സുരക്ഷാ ജീവനക്കാരൻ തന്നെയായിരുന്നു മോഷ്ടാവ്. തന്റെ കോട്ടിനുള്ളിൽ ഒളിപ്പിച്ചായിരുന്നു ഇയാൾ ലിയനാർഡോ ഡാവിഞ്ചിയുടെ മാസ്റ്റർ പീസ് കടത്തിയത്. 2 വർഷത്തിനു ശേഷം ഇറ്റലിയിൽ വെച്ച് ഇത് വിൽക്കാൻ ശ്രമിക്കവേ ഇയാൾ പിടിക്കപ്പെടുകയായിരുന്നു. ആഴ്ച 1 പിന്നിടുമ്പോഴും ഈ മോഷ്ടാക്കളെ പൂട്ടാൻ ഇതുവരെ ആയിട്ടില്ല. വളരെ ഊർജിതമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. കവർച്ച നടന്ന സ്ഥലത്ത് നിന്ന് വിരലടയാളങ്ങൾ, DNA സാമ്പിളുകൾ ഉൾപ്പെടെ 150-ലധികം ട്രേസ് സാമ്പിളുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചതായി ഫ്രാൻസിലെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കുറ്റവാളികളെ പിടിക്കാൻ തിരക്കിട്ട ഓട്ടത്തിലാണ് ഉദ്യോഗസ്ഥർ. പക്ഷേ ഇപ്പോഴത്തെ ഭയം അവർ ഈ അമൂല്യ ആഭരണങ്ങൾ അഴിച്ച് ഉരുക്കി മാറ്റിയിട്ടുണ്ടാകുമോ എന്നതാണ്. ഇത്രത്തോളം പ്രൊഫഷണലായി ഈ കൃത്യം ചെയ്തവർ അതുകൂടി പ്ലാൻ ചെയ്തിട്ടാകുമല്ലോ മോഷണത്തിന് ഇറങ്ങിത്തിരിച്ചത്. ഫ്രഞ്ച് സർക്കാരിനെ ഭാഗ്യം തുണച്ചാൽ ആഭരണങ്ങൾ പോയതുപോലെ തന്നെ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടുന്ന ഈ കാലത്ത് ചരിത്ര അവശേഷിപ്പുകൾക്കൊക്കെ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാലും തെറ്റില്ലല്ലോ. ലോകത്തിന്റെ താളത്തിനൊത്ത് ചലിക്കുക. പുതിയ ലോക ചലനങ്ങളുടെ കാഴ്ചകൾക്കായി കാത്തിരിക്കാം. കാണാം അടുത്ത വാരം.